ലോഗോസ് ക്വിസ് 2025 പ്രഭാഷകൻ 41 അധ്യായം 14 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങൾ ലജ്ജാശീലം എന്ന ശീർഷകത്തിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം 1. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്രകാരം സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ 41:14 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: ഉപദേശങ്ങൾ പാലിച്ച്. ചോദ്യം 2. ഡാഷും ഡാഷും നിഷ്പ്രയോജനമാണ്. പ്രഭാഷകൻ 41:14 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം: നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. ചോദ്യം 3. വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ആരാണ് എന്നാണ് പ്രഭാഷകൻ 41:15 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. ചോദ്യം 4. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും ഡാഷ്. പ്രഭാഷകൻ 41:16 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം: എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. പ്രഭാഷകൻ 41:16 നമുക്ക് വായിച്ചു കേൾക്കാം. അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ചോദ്യം 5. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ ലജ്ജാകരമാകുന്നത് എന്താണ്? ഉത്തരം: അസന്മാർഗി ആയിരിക്കുമ്പോൾ. ചോദ്യം 6. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ ലജ്ജാകരമാകുന്നത് എന്താണ്? ഉത്തരം: വ്യാജം പറയുമ്പോൾ. ചോദ്യം 7. തെറ്റ് ചെയ്യുമ്പോൾ ആരുടെ മുമ്പിലാണ് ലജ്ജാകരമാകുന്നത്? ഉത്തരം: ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ. ചോദ്യം 8. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുമ്പോഴാണ് ലജ്ജാകരമാകുന്നത്? ഉത്തരം: തിന്മ പ്രവർത്തിക്കുമ്പോൾ. ചോദ്യം 9. അനീതി പ്രവർത്തിക്കുമ്പോൾ ആരുടെ മുമ്പിലാണ് ലജ്ജാകരമാകുന്നത്? ഉത്തരം: സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. ചോദ്യം 10. എവിടെ നിന്ന് മോഷ്ടിക്കുമ്പോഴാണ് ലജ്ജാകരമാകുന്നത്? ഉത്തരം: സ്വന്തം സ്ഥലത്തു നിന്ന്. ചോദ്യം 11. ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ 41:19 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ. ചോദ്യം 12. സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിൽ ലജ്ജിക്കേണ്ടത് ഏതവസരങ്ങളിലാണ്? ഉത്തരം: ഭക്ഷണ അവസരങ്ങളിൽ. ചോദ്യം 13. ഏതു കാര്യങ്ങളിൽ കാപട്യം കാണിക്കുമ്പോഴാണ് നീ ലജ്ജിക്കേണ്ടത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ക്രയ വിക്രയങ്ങളിൽ കാപട്യം കാണിക്കുമ്പോൾ. ചോദ്യം 14. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:22 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ. ചോദ്യം 15. നിന്റേത് ഉചിതമായ ലജ്ജയായിരിക്കുകയും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എപ്പോൾ? പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ. പ്രഭാഷകൻ 41:23 വായിച്ചു കേൾക്കാം. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചോദ്യം 16. എന്ത് ചെയ്യാതിരിക്കുമ്പോൾ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:20 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിൽ. ചോദ്യം 17. അന്യനിൽ നിന്ന് എന്തപഹരിക്കുമ്പോൾ നീ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:21 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഓഹരിയോ സമ്മാനമോ. ചോദ്യം 18. അഭിലാഷപൂർവം ആരെ നോക്കുമ്പോൾ നീ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കുലടയെ. ചോദ്യം 19. ആരുടെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞു വച്ചിരിക്കുന്നത്? ഉത്തരം: അന്യന്റെ. ചോദ്യം 20. ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ നീ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ.